കേരളത്തിൻ്റെ കണ്ണീർ ഭൂമിയായി വയനാട് മാറിയിട്ട് ഇന്നേക്ക് 3-ാം ദിവസം. രക്ഷാപ്രവർത്തനം 3 ദിവസമായി തുടരുകയാണ്, ഇന്നും തുടരുന്നു. കേട്ടത് തന്നെ വളരെയധികം ദുഃഖം ഉള്ള വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇനി കേൾക്കാനിരിക്കുന്നതും അതിലേറെ ദുഃഖമുള്ളതാണോ എന്ന ഭയത്തിലാണ് കേരളം മുഴുവൻ ഇപ്പോൾ വയനാട്ടിലേക്ക് കാതോർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് KCYM കൽപ്പറ്റ മേഖല പ്രസിഡൻറ്റും അതോടൊപ്പം KCYM സംസ്ഥാന സിൻഡിക്കേറ്റ് മെമ്പറുമായ ടിബിനാണ്. ടിബിൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ ദുരന്ത മുഖത്ത് തന്നെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ടിബിൻ നമുക്ക് നൽകും. ടിബിൻ, എന്തായാലും ഇപ്പോൾ 3 ദിവസമായി രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളം മുഴുവൻ കണ്ണീരോടെ ആണ് ഈ ഒരു വാർത്ത മുഴുവൻ കേൾക്കുന്നത്. എന്തൊക്കെയായിരുന്നു രക്ഷാപ്രവർത്തന മേഖലയിൽ അവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഒത്തിരിയേറെ സങ്കടപ്പെടുന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ആ രക്ഷാഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഒരു 11 മണിയോടുകൂടി ഒറ്റപ്പെട്ട എല്ലാവരെയും തന്നെ നമ്മൾ രക്ഷാഭൂമി അവിടെ നിന്ന് ക്യാമ്പുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പുഴയുടെ ഇക്കരയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾക്കാർ നമുക്ക് അവിടെ മാൻ പവർ കൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു വലിയൊരു സിറ്റുവേഷൻ ആണുള്ളത്. മഴ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം വീട് അതുപോലെ അമ്മി അങ്ങ് താഴേക്ക് ഇരുന്നിരിക്കുകയാണ്. വീടിന്റെ വാർപ്പുകളെല്ലാം പൊളിച്ചു നീക്കണമെങ്കിലും അതുപോലെ അമ്മി ഇരിക്കുന്നതുകൊണ്ട് മാൻ പവർ കൊണ്ട് നമുക്കത് മാറ്റി അതിൻ്റെ ഉള്ളിലെ ആളുകളെ ജീവനോടെയോ അല്ലാതെയോ ആണെങ്കിൽ പോലും എടുക്കണമെങ്കിൽ മാൻ പവർ കൊണ്ട് സാധ്യമല്ല. ഇന്നലെ മുണ്ടക്കൈ ഭാഗത്തെല്ലാം ഇന്നലെ വൈകുന്നേരം 3 മണി 4 മണിക്ക് ശേഷമാണ് ഹിറ്റാച്ചികൾ അവിടേക്ക് പുഴ കടന്ന് എത്താൻ സാധിച്ചത്. ഇന്നും മാൻ പവർ കൊണ്ട് ചെയ്യാൻ അവിടെ ഒരു സ്ഥലത്ത് പോലും നമുക്ക് മാൻ പവർ കൊണ്ട് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. എങ്കിലും പല സംഘടനകളായിട്ട് ഒത്തിരിയേറെ ആളുകൾ പല രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളല്ലാണ്ട് മറ്റൊന്നും അവിടെ കാണുവാനുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. മുണ്ടക്കൈ എന്ന വലിയൊരു സ്ഥലം ഇന്നവിടെ പേര് മാത്രമായി, അവിടെ അതിന്റെ ഒരു ഓർമ്മകൾ ഒന്നും തന്നെ അവശേഷിക്കാത്ത രീതിയിൽ അവിടുന്ന് എല്ലാം തുടച്ചു നീക്കി കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സങ്കടപ്പെടുത്തുന്ന കാഴ്ച. ഇനിയും എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എവിടേക്ക് ആണ് എന്നുള്ളത് പോലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവിടുന്ന് മനസ്സിലാവത്തില്ല. അവിടെയുള്ള ആളുകൾ ഇല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറയുന്ന അനുസരിച്ചാണ് നമ്മുടെ എല്ലാ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയമുള്ള സ്ഥലങ്ങളിലാണ് ആദ്യം തന്നെ നമ്മൾ മാന്തിയെല്ലാം നോക്കുന്നത്. ഇടയ്ക്ക് പെയ്യുന്ന മഴ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന്. പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ മഴയുടെ ശക്തി കാരണം വരുന്നുണ്ട്. കാരണം അവിടെ ഇനിയും മല തെന്നി വന്നേക്കാം എന്ന രീതിയിലുള്ള സാഹചര്യത്തിലാണ് മുകൾ ഭാഗങ്ങളെല്ലാം മുണ്ടക്കൈ ഭാഗത്തെല്ലാം മല നിൽക്കുന്നത്. എങ്കിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഇന്നലെ അവിടെ JCB എത്തിയത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യമായി മാറിയിരിക്കുന്നത്. ഇന്നും തുടരുന്നു. നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ പല രീതിയിലാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ വളരെ ശക്തമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. എവിടെയാണ് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കുടുങ്ങിക്കിടക്കുന്നത് വീട്ടിന്റെ മുകളിൽ കയറിയവരും, ഇല്ലെങ്കിൽ ആ സൗണ്ട് കേട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കയറിയിട്ടും ഒരു വീട്ടില് ആൾക്കാർ ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇന്നലെ ഫൈനലായിട്ട് അവിടെയാണ് നമുക്ക് ഇനിയിപ്പോ അവിടെ ഹിറ്റാച്ചി വെച്ച് വന്നാൽ മാത്രമാണ് ആ വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അവിടെ ഇന്ന് രാവിലെ തീർച്ചയായും രക്ഷാപ്രവർത്തനം തുടങ്ങി കാണും. ഇന്ന് രാവിലെ അവിടെ തുടങ്ങാൻ ഭാഗത്തിനാണ് ഇന്നലെ കണ്ണിൽ ഇരുട്ട് മൂടുന്നത് വരെ ഇന്നലെ അവിടെ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. അത് മുണ്ടക്കൈ ഭാഗത്ത് തന്നെയാണോ? മുണ്ടക്കൈ ഭാഗത്ത് തന്നെയാണ്. മുണ്ടക്കൈ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ മുൻവശത്ത് തന്നെയാണ്. അവിടെ അപ്പോ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും നിങ്ങൾക്ക് സൈൻ കിട്ടിയായിരുന്നോ? സൈൻ കിട്ടിയത് അവിടെ ഉള്ളവരാണ്. അവിടുന്ന് രക്ഷപ്പെട്ട് മലേനെ മേലേക്ക് കയറിയവരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അവിടെ ആൾക്കാരുണ്ട് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് 4 പേരുണ്ട് എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്നലെ ഒരു 3 പേരെ നമുക്ക് ലഭിച്ചിരുന്നു. അവിടെ ഒരാളും കൂടി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവിടെയും തെരച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ സൈന്യം ബെയിലിപ്പാലമൊക്കെ അവിടെ നിർമ്മിക്കുന്നുണ്ട് ഏകദേശം. അതൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഉച്ചയോടുകൂടി അതിന്റെ പണി തീരുമെന്നാണ് പറഞ്ഞത്. 24 ടണ്ണോ മൊത്തം അതിൽ കയറ്റാൻ പറ്റുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒത്തിരിയേറെ വണ്ടികൾ അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ പറ്റും. അത് വലിയൊരു ഇത് തന്നെയാണ് നമുക്ക്. അത് എത്രയും പെട്ടെന്ന് അതിന്റെ പണി തീർത്ത്
പരമാവധി വണ്ടികൾ മുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. അത് നമുക്ക് തിരയേണ്ട സ്ഥലങ്ങളില്ലെങ്കിൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഈ വണ്ടികൾ ഹിറ്റാച്ചി പോലെ JCB പോലെ വണ്ടികൾ എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുകയുള്ളൂ. കാരണം മാൻ പവറിലേക്ക് എത്ര പേര് ഉപയോഗിച്ചാലും നമുക്ക് അവിടെ ആളുകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് മൊത്തത്തിൽ അവിടുത്തെ സിറ്റുവേഷൻ കിടക്കുന്നത്. വലിയ പാറകളാണ്, വീടുകൾ അതുപോലെ അമിഞ്ഞ് പോയിരിക്കുകയാണ്. വീടിന്റെ സ്ലാവൊക്കെ മാറ്റണമെങ്കിൽ പോലും മാൻ പവർ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. വൈദ്യുതിയുടെ മെഷീൻസ് ഉപയോഗിക്കാനുള്ള വൈദ്യുതിയുടെ സംവിധാനമില്ല. ഇന്നലെ എല്ലാം സ്ലാവ് നമ്മൾ പൊളിച്ചതെന്ന് വെച്ചാൽ ചുറ്റിക്ക് വെച്ചൊക്കെ അടിച്ചിട്ടാണ് സ്ലാവ് പൊളിച്ച് മാറ്റുന്നത്. അപ്പോൾ അതുപോലെ ദുഷ്കരമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. എങ്കിലും വളരെ കാര്യക്ഷമമായിട്ട് എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി പോകുന്നു. ഒത്തിരിയേറെ ആളുകൾ അതികഠിനമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് രക്ഷാപ്രവർത്തകർ 1-2 പേർക്ക് പരിക്കും പറ്റുന്നുണ്ട്. എങ്കിലും ആരും ഒരു ലെവലേശം പോലും പിന്നോട്ട് പോവാതെ നല്ല രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ജീവന്റെ തുടിപ്പ് അതിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്ന ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. അവിടെ എങ്ങനെയാ നിൽക്കേണ്ടതോ, എന്താണ് അവിടെ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് നോക്കേണ്ടത് എന്ന് പോലും അറിയില്ല. എവിടെ നോക്കിയാലും മണ്ണ് വന്ന് ഇടിഞ്ഞ് ഒലിച്ചു പോയിരിക്കുന്ന 100-200ഓളം വീടുകൾ ഉള്ള സ്ഥലങ്ങളിൽ പാറക്കൂട്ടവും ചെളിയും അല്ലാണ്ട് ഒന്നും കാണാനില്ല. വീടുകൾ ഇരുന്ന സ്ഥലത്തല്ല 2-3 മീറ്റർ ഹൈറ്റിലോളം ചെളി വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ 1-2 പേരെ നമുക്ക് അവിടെ നിന്നും കുടുങ്ങി ജീവനോടെ രക്ഷിക്കാൻ പറ്റി. അവര് നമ്മുടെ കൂടെ ഞങ്ങളുടെ ആളുകൾ മുഴുവൻ അവിടെ കുടുങ്ങിക്കിടക്കാണ്. ഞങ്ങളില്ല എന്ന് പറയുന്ന രീതിയിൽ, അവരെ കിട്ടാണ്ട് ഞങ്ങൾ വരില്ല എന്ന് പറയുന്ന രീതിയിൽ പോലും നമ്മൾ ആൾക്കാരെ രക്ഷിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഞങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ജീവനോടെ ഇരിക്കുന്നവരെ പോലും നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിച്ചത്. അവരുടെ ഉറ്റവരെ അല്ലെങ്കിൽ ബന്ധുമുഖം കാണാതെ അല്ലെങ്കിൽ അവരില്ലാതെ അവർ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലെ ജീവനോടെ ഇരിക്കുന്നവര്, അങ്ങനെ പോലും അവരുടെ പ്രതികരണമുണ്ട്. അങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. കുടുംബക്കാരെ തപ്പിയിട്ട് നമ്മുടെ കൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് വരെ അവരുണ്ട്. അവരെ ബന്ധുക്കൾ നഷ്ടമായിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്താണ് ആളുകൾ എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർ പോയ ആൾക്കാർ വരെ നമ്മുടെ കൂടെ അവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. നിങ്ങൾ KCM എല്ലാവരും ദുരന്തമുഖത്തുണ്ടോ രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട്? KCM പ്രവർത്തകർ തീർച്ചയായും ദുരന്തമുഖത്തുണ്ട്. KCM പ്രവർത്തകർ മാത്രമല്ല, മാനന്തവാടി രൂപതയിലെ മുഴുവൻ യുവജനങ്ങളും പല രീതിയിലായിട്ട് ദുരന്തമുഖങ്ങളിലാണുള്ളത്. ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഒരു ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം എത്തിക്കുന്നതിന് പോലും മാനന്തവാടിയിൽ മുഴുവൻ ആൾക്കാരുണ്ട്. നമ്മുടെ എല്ലാ സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ക്യാമ്പുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവിടെ എല്ലാവിധ സഹായങ്ങളുമായിട്ട് മുഴുവൻ യൂത്തും മാനന്തവാടിയിലെ മുഴുവൻ ആളുകളും അവിടെ തന്നെയുണ്ട്. യൂത്ത് മാത്രം KCM സംഘടന എന്ന് മാത്രം പറയാൻ പറ്റില്ല. എല്ലാവരും തന്നെ ഒരുമിച്ച് അവിടെ എന്താവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും എത്തുന്ന രീതിയിൽ മുഴുവൻ ആളുകളും സജ്ജരായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത തുരുത്തുകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ട് രക്ഷാപ്രവർത്തകർക്ക് മാൻ പവറായിട്ട്. അവിടെ എല്ലാം ഇപ്പോഴും ജനങ്ങൾ മരണപ്പെട്ട അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. കാരണം നമ്മള് മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നില്ല, അവർക്ക് ജീവനോടെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പടിയും എടുത്തു വെക്കുന്നത്, രക്ഷാപ്രവർത്തകരും എല്ലാവരും. പക്ഷെ നമുക്ക് അവിടുത്തെ കണ്ടാനറിയാം അങ്ങനെ ഒരു സാധ്യത ഇനി വളരെ കുറവാണ്. എങ്കിലും ഇന്നലെ അന്ന് വൈകുന്നേരത്തോടെ, ഏറ്റവും ഉരുളുപൊട്ടി അന്ന് പകല് വൈകുന്നേരത്തോടെയാണ് സൈന്യം താൽക്കാലികമായ പാലമുണ്ടാക്കി നമ്മൾ അവിടെ മുണ്ടക്കൈയിലേക്ക് കയറി എത്തിയത്. പക്ഷെ അവിടെ ജീവനോടെ ഉള്ളവരെ എല്ലാവരും നമ്മൾ അന്ന് വൈകുന്നേരത്തോടെയും ഇന്നലെ ഒരു 11 മണി ഒറ്റപ്പെട്ടവരെ ഇന്നലെ 11 മണിയോട് കൂടി എല്ലാവരും തന്നെ ഇപ്പുറത്ത് എത്തിച്ചു. ഇനി ഉള്ളത് പല സ്ഥലങ്ങളിലായിട്ട് വീടുകളിലെല്ലാം ഉണ്ടായിരുന്നവരെ കുടുങ്ങിക്കിടക്കാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളിലെല്ലാം തപ്പുകയാണ്. ഓക്കെ, എന്തായാലും കേരളം മുഴുവൻ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തകരായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചാണ് നിങ്ങൾ ആ ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കേരളം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ ഒരു ദുരന്തത്തെ കേരളം മുഴുവൻ ഒരുമിച്ച് നമുക്കിതിനെ അതിജീവിക്കാൻ സാധിക്കട്ടെ. എന്തായാലും ഇത്ര നേരം ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിനും അവിടുത്തെ കൂടുതൽ വിവരങ്ങൾ നൽകിയതിനും ഒരുപാട് നന്ദി.